കൈ നോക്കോ കൈ. നീ എന്താ കാണിക്കുന്ന ഷമീറ? കൈ നോക്കി കൈ രണ്ട് സൈഡ് അവൻ വിടുന്നില്ല. ഇത്തിരി അമ്മ പറഞ്ഞാ പറയുന്നുണ്ടാ. അങ്ങനെ തൊപ്പി ഗ്യാങ്ങിനെതിരെ പോലീസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിക്കവാറും എല്ലാ എണ്ണം പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, തൊപ്പി ഒഴികെ. കാരണം തൊപ്പിന്റെ കയ്യിൽ മണി, പവർ, ഹോൾഡ് ഇതെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തൊപ്പി കഴിച്ചിലായി വരും. ബാക്കിയുള്ളവന്മാരുണ്ടല്ലോ, ഏത് മമ്മു, ഷമീർ, ജാസി ഒക്കെ, ഇവന്മാർക്ക് പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇവന്മാരുടെ കേസ് പോലീസിൽ എത്തിയിട്ടുണ്ട്. കാരണം അമ്മാതിരി അലിഗേഷനില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണുപിടി, ഡ്രഗ്സ്, വാണം വീടൽ, ഇനി ഉന്നയിക്കാനൊന്നും ബാക്കിയില്ല. ഇങ്ങനെയൊക്കെ ആവുന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് പോലീസ് കേസ് ആവുന്നുള്ളത് ഉറപ്പാണ്. ഏതൊരു അഭിഭാഷകന്റെ പരാതിയിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 വന്നൊരു വാർത്ത കണ്ടുനോക്കാം. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക്, MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് അന്വേഷണ പരിധിയിൽ വരിക? തൊപ്പി ഒടുവിൽ കുടുങ്ങുമോ? രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ലൈവ് സ്ട്രീമിംഗിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തൊപ്പി എന്ന യൂട്യൂബർ. ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സൈബർ പോലീസിന്റെ പരിധിയിലാണോ ഈ കേസ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ എവിടെയും തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ്. അത് ചെയ്യില്ല, ഇനി ചെയ്യാനും പോണില്ല. അതാണ് തൊപ്പിന്റെ കഴിവും പിടിപാടും എന്ന് പറയുന്നത്. തൊപ്പിനെ കൊടുക്കാമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട മക്കളെ, അതൊരിക്കലും നടപ്പാവുന്ന കേസല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദിവസം തൊപ്പിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു. പെണ്ണുപിടി തൊട്ട് ഡ്രഗ്സ് ഉപയോഗം വരെ വന്നു. എന്തിനു പറയുന്നു, പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ ഉപയോഗിക്കുക വരെ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ വരെ തൊപ്പിക്കെതിരെ വന്നു. എന്നിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടായി? ഒന്നും വേണ്ട, തൊപ്പിക്കെതിരെ ആരോപണവുമായി വന്ന തൊപ്പി ഗ്യാങ്ങിൽ നിന്നും ഇറങ്ങി വന്ന മമ്മുവും ഷമീറും എല്ലാം കെഞ്ചി ലൈവിൽ വന്ന് പറഞ്ഞില്ലേ, തൊപ്പി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് രംഗത്ത് വാ, അവനെതിരെ വന്ന് സംസാരിക്കുന്നുള്ളത്. എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് രംഗത്ത് വന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് അവനെതിരെ ചെറുവരിൽ അണിക്കോ? അതാണ് തൊപ്പിന്റെ പവർ എന്ന് പറയുന്ന മക്കളെ. ഇനി ഒരു പെണ്ണും അവനെതിരെ രംഗത്ത് വരാൻ പോണില്ല. ഒരു പോലീസും അവനെതിരെ കേസ് എടുക്കാൻ പോണില്ല. മറിച്ച് ഇവിടെ സംഭവിക്കാൻ പോണ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ തൊപ്പിക്കെതിരെ സംസാരിച്ചവന്മാരുണ്ടല്ലോ, ഈ മമ്മുവും ഷമീറും ജാസിയും ഒക്കെ, അവന്മാര് പെടും. അവന്മാര് മിക്കവാറും ജയിലിലാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി പെട്ടില്ലെങ്കിൽ തൊപ്പി പെടുത്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, തൊപ്പിക്ക് നല്ലോണം കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. പക്ഷെ ഇവന്മാരുണ്ടല്ലോ, ഇവന്റെ ഈ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി വന്നവന്മാര്, ഇവന്മാർക്ക് അതിനുള്ള കഴിവില്ല. ഇവന്മാർക്ക് കക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, നിൽക്കാൻ അറിയില്ല. എന്തിനു പറയുന്നു, മര്യാദയ്ക്ക് ഇവന്മാർക്ക് ലൈവിൽ വന്ന് സംസാരിക്കാൻ പോലും അറിയത്തില്ല. എന്തൊക്കെയാണ് ഇവന്മാര് ലൈവിൽ വന്ന് വിളിച്ചു പറയുന്നത്. പക്ഷെ തൊപ്പിന്റെ ലൈവ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവൻ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ തൊപ്പിക്കെതിരെ ഇവന്മാർ എത്ര ലൈവ് ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അതിനെല്ലാം ശേഷം തൊപ്പി ഒരു 2.5 മണിക്കൂർ ലൈവായിട്ട് വന്നു. അതോടെ ഇവന്മാരുടെ ട്രൗസർ എല്ലാം കീറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് തൊപ്പിന്റെ കഴിവെന്ന് പറയുന്നത്. ജനങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തൊപ്പിക്ക് നല്ലോണം അറിയാം. എവിടെ എന്ത് കൊടുക്കണമെന്ന് തൊപ്പിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണല്ലോ ഇവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. പക്ഷെ ആ കഴിവ് ഇവന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഒന്നും വേണ്ട, കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ജാസി എന്ന് പറയുന്ന ഒരുത്തൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ നിർത്തുന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടാ. നേരത്തെ ഇവൻ പറഞ്ഞ പോലെ തന്നെ തെറ്റ് ശരിയും തമ്മിലുള്ള യുദ്ധമല്ല ഇത്. യുദ്ധം ഏതാണെന്നറിയാം? ഏതാണ് പറഞ്ഞോട്ട്? തെറ്റും ശരിയും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ പിന്നെ എന്ത് തമ്മിലുള്ള യുദ്ധമാണ്? പറഞ്ഞാട്ടങ്ങോട്ട്. എന്തേ മറന്നുപോയോ? പഠിച്ചു വെച്ചതായിരുന്നില്ലേ, പക്ഷെ മറന്നുപോയി. സ്ക്രിപ്റ്റ് എഴുതി വെച്ചതായിരുന്നില്ലേ, പക്ഷെ മറന്നുപോയി. എന്തായാലും എന്തോ ആശാൻ പറയുന്നുണ്ട്, ബാക്കി കേട്ടോക്കെ എന്തായാലും. വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള പരിപാടിയാണ്. അതുകൊണ്ട് കഞ്ചാവാണ് ഡ്രഗാണെന്ന് പരിപാടി എടുത്ത് വരില്ല. ഇത് തെറ്റും ശരിയും തമ്മിലുള്ള പരിപാടിയില്ല, പിന്നെന്താണ്? ചെറിയ തെറ്റും വലിയ തെറ്റും തമ്മിലുള്ള പരിപാടിയാണ്. ഇതിൽ വലിയ തെറ്റാരാണ്? തൊപ്പി. ചെറിയ തെറ്റോ ഈ മമ്മും ജാസും ഷമീറൊക്കെ തന്നെ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിലെ വലിയ തെറ്റ് സുഖമായിട്ട് ഊരി വരും. പെടാൻ പോകുന്നത് ഈ ചെറിയ തെറ്റുകളൊക്കെ തന്നെയായി. അതുകൊണ്ട് വെറുതെ യുദ്ധത്തിനൊന്നും പോയി നാണം കെടാൻ നിൽക്കണ്ട. മിണ്ടാണ്ട് ഒരു ഭാഗത്ത് കുത്തിരുന്നു, അതാണ് നല്ലത്. എന്തായാലും ഇവന്റെ വർത്തനയൊക്കെ നല്ല കോമഡി ആയിട്ടുണ്ടല്ലേ. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും ഉണ്ട് ഒരുപാട്. അടുത്താണ് ടോക്ക. കേട്ടാ, എന്റെ ഉമ്മ വളർത്തിയതാ. 5ാം ക്ലാസ് മുതൽ ഞാൻ പോകുന്നുണ്ട്. എടാ അറിയാം, നന്ദി ദാറുസലാം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില്
എന്റെ ഡിഗ്രി അടക്കാർന്ന് കഴിഞ്ഞത്. സോറി, ഒരു കാര്യം കൂടി എന്തായാലും ഡിക്ലെയർ ചെയ്യാം, എനിക്ക് ഡിഗ്രി ഇല്ല കേട്ടോ, എനിക്ക് ഡിഗ്രി ഇല്ല. ഈ ഫോൺ വെച്ച് അതാണ് പെട്ടെന്നാണ് ആശാന് ബോധോദയം വന്നത് ഡിഗ്രി ഇല്ല എന്നുള്ള കാര്യം. ഡിഗ്രി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി, ഇനിയിപ്പോ എന്താ ചെയ്യല്ലേ. അതുകൊണ്ട് ആശാൻ ഐസാരങ്ങ് മാറ്റി പറഞ്ഞു എനിക്ക് ഡിഗ്രി ഇല്ല കാശൊക്കെ. എന്നാലും മുട്ട കോമഡി ആയിക്കോട്ടെ കേട്ടോ ഒരു വർത്താനം കേൾക്കാൻ. എന്നാലും ഞാൻ ആലോചിക്കുന്നതല്ലേ, ഈ ദാറുസലാമ പോലുള്ള മതസ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് ഇപ്പം വന്നു പെട്ടത് എവിടെയാണ്? തൊപ്പിയ ഗ്യാങ്ങിൽ. വെറുതെ ആ സ്ഥാപനത്തിനും കൂടി പറയിപ്പിക്കാനായിട്ട്. എന്നാലും ബെസ്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നു പെട്ടത്. അതുകൊണ്ട് എന്തായി മൊത്തത്തിൽ അങ്ങോട്ട് ചീഞ്ഞ് നാറി. ഇനി ഇതിനേക്കാളും വലുതൊന്നുണ്ട് മക്കളെ, അതൊന്നും കണ്ടോക്കാം. ഫോട്ടോ എടുക്കാൻ നോക്കിയ ആൾക്കാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് ഞാൻ പോസ്റ്റ് നോക്കിയിട്ട് കാണുമ്പോഴേ ഇല്ലേ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ഗ്യാങ് ഹൗസ് ഫോട്ടോ എടുക്കാൻ വന്ന് പോയ ആൾക്കാർ പോകുന്ന സമയത്ത് അവിടെ സ്റ്റോർ റൂം ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴുള്ള ഷെമീന്റെ എക്സ്പ്രഷൻ നോക്കി നിങ്ങൾ നാണം കെടുത്താതെ നിർത്തടാ ഫുഡ് എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇല്ലേ, എന്തോന്ന് അതിനൊക്കെ പറയാം. ബാക്കി കേട്ടൊക്കെ എന്താ ഫോൺ സെറ്റ് രണ്ട് ഫോട്ടോകൾ സ്റ്റോറൂമിന്റെ അടുത്ത് ജെല്ല് കൊടുത്തിട്ട് ആടുന്ന നീ വാണം വീട്ടില്. ഇവൻ ഫോൺ സൈറ്റ് നോക്കിയിട്ട് വാണം വീട്ടിൽ. ആണുങ്ങൾ വിടും, അണ്ടിയൊക്കെ ഉള്ളവർ വിടും. ഓക്കെ, അതിന് സീനൊന്നുമില്ല. ഞാൻ ബാത്റൂമിൽ ഇവിടെ ഉള്ളൂ. പിന്നെ ഇന്നേ വരെ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വാണം വിട്ടിട്ടില്ല, കള്ളും കുടിച്ചില്ല, സിഗരറ്റും വലിച്ച തെളിയിക്കാൻ പറ്റിയ പാടാ. എന്റെ ഐഫോണും തരാം, വീടിന്റെ ആധാരം വെച്ചിട്ട് 3 ലക്ഷം റുപ്യ തരാം. പോയി ഗൊക്കൊക്കെ ആക്കണം. ഞാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ടും എന്തൊരു അവസ്ഥയാണില്ലേ. ചെക്കന്മാരെ കൂടെ നാണം കെടുത്തി വിട്ട് അവനെ കൂടെ ഇറങ്ങിപ്പോയി. ആ ഇരിക്കുന്നവന്മാരാണെങ്കിലും പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലുമായി പോയി. ഇതാണ് ഇവന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. തൊപ്പിനെ എക്സ്പോസ് ആക്കാൻ വന്നിട്ട് ഇവന്മാരെ എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോ ഇവന്മാരുടെ കംപ്ലീറ്റ് വാണക്കഥകളും പുറത്തായല്ലോ. ഇവന്മാര് തന്നെ അത് വിളിച്ച് പറയുകയും ചെയ്തു. എന്റെ അഭിപ്രായത്തിൽ കുറച്ച് കാലം കൂടി ഈ കോൺട്രവേഴ്സി ഒന്ന് ഓടണം. എന്നാൽ ഇവന്മാര് തന്നെ ഇവന്മാരുടെ കംപ്ലീറ്റ് കഥകളെ കൊണ്ട് വിളിച്ച് പറഞ്ഞു. നമ്മളായിട്ട് തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സെമീറിന്റെ ഒരു സാധനം ഉണ്ട് മക്കളെ, നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. നോക്കിയാ പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടോ? വിശ്വസിക്കൂലടാ, ഇതും നിങ്ങൾ വിശ്വസിക്കൂല, മനസ്സിലായോ? എടാ നമ്മളതിലുള്ള തെളിവുകൾ നമ്മൾ ഉറപ്പിക്കാവോ? എന്നാ പിന്നെ നമുക്കൊരു ക്ലിപ്പ് ഉണ്ടാക്കാം. കൈ നോക്കോ, കൈ നീ എന്താ കാണിക്കുന്ന ഷമീറ? കൈ നോക്ക്, കൈ രണ്ട് സൈഡ് അവൻ വിടുന്നില്ല. ഇത്തിരി പറഞ്ഞാ പറയുന്നുണ്ട് റാമ്പോ. കുലസിന് ക്യാമറ തൂക്കി തൂക്കി. ഇത് പണ്ട് പേര് മലേഷ്യയിൽ ട്രിപ്പ് പോയപ്പോഴുള്ള വ്ളോഗാണ് കേട്ടോ. അതിൽ ലൈവായിട്ട് ഷമീർ ഒരുത്തേ കയറി പിടിച്ചതാണ് നമ്മളിപ്പോ കണ്ടത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ കഴുപ്പെന്ന് പറയുന്നത്. ഇവന്മാർക്ക് മുന്നിൽ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കുറെ ഡ്രഗ്സ് അടിക്കണം, കുറെ പെണ്ണ് പിടിക്കണം, കുറെ വാണം വിടണം. ഈ ഒരു ചിന്തയെ ഇവന്മാർക്കുള്ളൂ. ഇത്രയും കാലം ഇതൊന്നും അങ്ങനെ പുറലോകം അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇവന്മാർ തന്നെ അത് തെറ്റി പിരിഞ്ഞപ്പോ പുറലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അതിനുള്ള ബുദ്ധി ഇവന്മാർക്കുള്ളൂ. അതാണ് അവസ്ഥ. കഴിഞ്ഞില്ല കേട്ടോ. ഇനി ഇവരുടെ ഗ്യാങ്ങിലുള്ള ആദിൽ എന്ന് പറഞ്ഞ ഒരുത്തന്റെ ഒരു വീഡിയോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അന്ന് കണ്ടു. നിങ്ങൾ കോമഡിയാണ് ഇതാക്കണേ, നിങ്ങൾ ശിക്ഷോട്ടാ. ഒരു ചിരി ഒന്നും വരുന്നില്ല. കോയൽ അങ്ങനെ അടിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. ചെക്കനെ കണ്ണൊക്കെ നോക്കി നിങ്ങൾ കിറങ്ങിയിരിക്കാണില്ലേ. കണ്ണൊന്നും പൊന്തിക്കാൻ പറ്റുന്നില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോ കാര്യമായിട്ട് അടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇതും ആണെന്ന് പറഞ്ഞു വരുമ്പോ എന്തോ. എന്തായാലും മൊത്തത്തിൽ എല്ലാത്തിനെയും എല്ലാ കളികളും പുറത്തായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും അങ്ങനെ നാറി. ആദിലും മമ്മുവും ഷമീറും ഈ പറയുന്ന ആദിലും എല്ലാവരും നാറി. അത് പിന്നെ അങ്ങനെ സംഭവിക്കും. ഇവന്മാര് തൊപ്പിനെ എക്സ്പോസ് ആക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ. സ്വയം നാറാതെ ഇവന്മാർക്കൊന്നും തൊപ്പിനെ നാറ്റിക്കാൻ പറ്റൂല. കാരണം തൊപ്പി കാണിച്ച് കൂട്ടിയ എല്ലാ നാറിത്തരങ്ങൾക്കും ഇവന്മാർ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ജാസി പറഞ്ഞത് ഇത് തെറ്റും ശരിയും തമ്മിലുള്ള യുദ്ധമല്ല, വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള യുദ്ധമാണെന്നൊക്കെ. അതങ്ങനെ കുറെ ബടല ചങ്ങായിമാർ ഇഷ്ടം. എന്തായാലും ഇപ്പൊ നിലവിൽ തൊപ്പി ഗ്യാങ്ങിലെ കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, ഇച്ചായൻ. പണ്ട് തൊപ്പി ഗ്യാങ്ങിലുള്ള ഒരുത്തനായിരുന്നല്ലേ ഇച്ചായൻ. പിന്നീട് വേറെ ഒരുത്തിയെ ചാടിച്ചു കൊണ്ടുവന്ന് അവളെ കെട്ടി പുള്ളിക്കാരിപ്പോ കുടുംബം കാര്യങ്ങളൊക്കെ നോക്കി നടക്കാണ്. പെണ്ണ് കെട്ടിയതിനു ശേഷം ഇച്ചായൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി പോയി കേട്ടോ. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷെ തൊപ്പി ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇച്ചായന്റെ അമ്മക്ക് ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇച്ചായന്റെ അമ്മയെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊപ്പി ലൈവിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് റീസെന്റ് ഇച്ചായൻ വന്ന് സംസാരിക്കുന്നുണ്ട്. തൊപ്പി ശരിക്കും സഹായിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കിക്കൊണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ചേട്ടന്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തൊപ്പി ക്യാഷ് വല്ലതും തന്നോ ഇല്ലയോ? അവന് ക്രിപ്റ്റോ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ അതെ, അവൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ ഇവിടെ പറഞ്ഞത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താ, നിങ്ങൾ കൊണ്ടുതരുമോ ഇപ്പൊ തന്നില്ലെങ്കിൽ? അപ്പൊ തന്നില്ല, അതൊന്ന് തുറന്ന് പറയാൻ ആശാനൊരു മടി. അതുകൊണ്ടാണ് ആശാൻ വളഞ്ഞ് സംസാരിച്ചത്. അവൻ എനിക്ക് തന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ എനിക്ക് കൊണ്ടുതരുമെന്നൊക്കെ. ആ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലോ തൊപ്പി ഇങ്ങനെ സഹായിച്ചിട്ടില്ല എന്നുള്ളത്. സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടൻ ഷോറായിട്ട് പറയില്ല തൊപ്പി എന്നെ സഹായിച്ചിട്ടുണ്ട്, നല്ല തുക എന്ന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതൊരു ഉറുപ്പ്യ പോലും തൊപ്പി ഇയാൾക്ക് കൊടുത്തിട്ടില്ല. അത് ഇയാൾക്ക് പബ്ലിക്കിൽ വന്ന് പറയാനൊരു മടി. അതുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് വളഞ്ഞു പറഞ്ഞു തൊപ്പി തന്നാലും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കും എന്നുള്ള രീതിയിൽ. എന്തായാലും കൊള്ളാം, തൊപ്പിയല്ലേ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. മമ്മുവിന്റെ ചോർന്നൊലിക്കുന്ന വീട് ശരിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തവനാണ്. അതുപോലെ തന്നെ ഷമീർ എന്ന്
എന്ന് പറയുന്നതിന് സ്വന്തം പൈസക്ക് ഐഫോൺ എടുത്തപ്പോ അത് ഇന്റർവ്യൂവിൽ താൻ കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചവനാണ് തൊപ്പി. ആ തൊപ്പിന്റെ ഭാഗത്തൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനി തൊപ്പി ഗ്യാങ്ങിലെ ഓരോരുത്തന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. അല്ലെ തന്നത് കുറഞ്ഞു പോയെങ്കിൽ അച്ഛായ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഇത്രയും തരാമെന്ന് പറയുമോ? ഇല്ലല്ലോ. ലിവ് ദാറ്റ്. റാംബോ ഒരു ഡോഗ്. സീരിയസ്ലി ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ പേര് റാംബോ എന്ന്. ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വാട്ട് അബൌട്ട് മമ്മു? ഇപ്പൊ പറയണ കാര്യം എന്താണെന്ന് പോലും പറയാനും അത് പറഞ്ഞു തീർക്കാൻ പോലുമുള്ള ബോധവും ബുദ്ധി ഇല്ലാത്തൊരുത്തൻ, വിദ്യാഭ്യാസവും വിവരവും 7 അയലൊക്കത്തൂടി പോകാത്തൊരുത്തൻ, തേങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് കേൾക്കണ ഒരുത്തൻ. ഞാൻ അന്ന് തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇത് നടപടിയാണ്, കേസല്ലെന്ന്. വാട്ടപ്പോട്ടും മുന്നു ഈസജം. മുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പ്രശ്നങ്ങളെ നേരിടാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും കൂട്ടത്തിൽ നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു കൂട്ടുകാരനാണ് മുന്നു. അപ്പൊ മുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് വേറൊരു ലെവൽ റേഞ്ചാണ്. പിന്നെ അവനെ ഈ കൂട്ടത്തിലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ബോധവും ബുദ്ധിയും തലയ്ക്കാത്ത ആൾതാമസമുള്ള ഒരു മനുഷ്യനാണ്. അതെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുന്നേ എന്ന് പറഞ്ഞതിന് നോക്കിയേ ബാക്കിയുള്ള എല്ലാവരും കണക്കാണെന്ന് അർത്ഥം. ഡ്രഗ്സ് വലിച്ചും പെണ്ണ് പിടിച്ചും വാണം വിട്ടും ജീവിക്കണം, ഇത്ര യുവമാർക്ക് ചിന്ത കിട്ടും. അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകത്തെ കുറിച്ച് ഇത്തരം കാര്യം യുവമാര് ചിന്തിച്ചിട്ടും കൂടി ഇല്ല. അങ്ങനെ സുഖലോലുപരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകായിരുന്നു, ഒന്ന് നിയന്ത്രിക്കാൻ പോലും ആളില്ലാതെ. അതുകൊണ്ടാണ് ഒന്നിനും ബുദ്ധിയും ബോധ്യം ഇവരില്ലാണ്ടായി പോയത്. ഇതിനെല്ലാം തലതൊട്ടപ്പനായി തൊപ്പിയും ഒന്നും പറയാത്തതാണ് നല്ലത്. ഇനി തൊപ്പിയുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഈ പറയുന്ന ഷമീർ എന്ന് പറയുന്നവനും മമ്മു എന്ന് പറയുന്നവനൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ തരാതെ കേട്ടോ. അത്രേ ഉള്ളൂ. മോശമാണ് തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ്. അത് ഒറിജിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ് ഒറിജിനൽ ആണെങ്കിൽ അത് വളരെ മോശമാണ്. നമ്മളത് ഒറിജിനൽ ആണെങ്കിൽ എന്ന് ഞാൻ അത് എ ആണെന്നാണല്ലോ തൊപ്പി കഴിഞ്ഞ ദിവസം കാറിലിരുന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ട്. അത് പിന്നെ എങ്ങനെയാണല്ലോ കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടാണെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് എന്റെ നെഞ്ചത്തോട്ട് ഇട്ടാൽ മതിയല്ലോ. എല്ലാം ഏറ്റെടുക്കാൻ എ ഉണ്ടല്ലോ. ഇത് പറയാനാണല്ലോ ഇതിനൊക്കെ. ബാക്കി ഒട്ടൊക്കെ ഞാൻ പറഞ്ഞത്. ഈ ഒരു ഫൈറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കരുത്. കാരണം ഇപ്പൊ ഒത്തിരി സാധ്യതകളുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നത് അങ്ങനെയല്ല. ഇനി ഒരുപക്ഷെ ഇനി അവന്റെ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ അവൻ കാണിച്ചത് മഹാപിറപ്പാണ്, പറഞ്ഞത് മഹാപിറപ്പാണ്. പിന്നെ അതിനെ കൊടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരിക്കലും കരുതരുത്. കാര്യം തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മളൊരു അടിച്ചുപൊളി മൂഡിൽ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് നോർമലി കമന്റ് ചെയ്യാറുണ്ട്, ഇല്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? അപ്പൊ അതൊക്കെ കണ്ടിട്ട് അതിനെ വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു മര്യാദ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ മര്യാദയുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളെ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് വെളിയിൽ കാണിക്കുക എന്ന് പറയുന്നത് മഹാദരിദ്രമാണ്. അതിനോട് ഞാൻ എന്ത് പറയാനാണ്? അപ്പൊ അതൊരു പ്രശ്നത്തിൽ നിന്നും വേറൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന വഴിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അത്രയ്ക്കൊക്കെ ശത്രുത ഉണ്ടാവേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത്? ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണെങ്കിൽ എന്നാ ഞാൻ പറഞ്ഞത്. ഒറിജിനൽ അല്ലെങ്കിൽ യവന്മാര് പെടും. ഡിഡ് യു കോൾ റാംബോ ഓർ മുന്നു? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ റാംബോനെ ഒന്നും എനിക്ക് പറ്റുമെന്ന് ഞാൻ വിളിക്കാറില്ല. ആ പറഞ്ഞത് കറക്റ്റ് ആണ്. സുഹൃത്തുക്കളുമായി പലയിടത്തും പോകുമ്പോൾ നമ്മൾ പല കമന്റുകൾ അടിക്കും. അതൊക്കെ റെക്കോർഡ് ചെയ്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുറത്തു വിടാന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം തന്നെയാണ്. ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒന്നിനൊരു ബോധ്യം വിവരമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒന്നിനും അറിയത്തില്ല. ഇതുവരെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരാളുമായി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ നേരെ ഒളിക്യാമറ ഓൺ ആക്കിയിട്ട് ആളുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് അയാൾ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ റെക്കോർഡാക്കും, ഒളിക്യാമറ വെച്ച് റെക്കോർഡാക്കും. എന്നിട്ട് പ്രശ്നം മൂക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അപ്പുറത്തുള്ള വ്യക്തിനെ നാട്ടിക്കാൻ നോക്കും. ഇതാണ് അവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഇത് കാരണം കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന അല്ലാണ്ട് പ്രത്യേകിച്ച് സോൾവ് ആവാൻ പോകുന്നില്ല. അത് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് യുവമാർക്കില്ല. അതിന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഒരു വൈവിട്ട് ജീവിതം നയിക്കല്ലേ യുവമാരെല്ലാരും കൂടി. അതിനിടയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം ഇവിടെ യുവമാർക്ക്. എന്തായാലും അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനി തൊപ്പിന്റെ ഗ്യാങ്ങിന്റെ പേരുണ്ടല്ലോ, അതെന്താണ് ആ പേര്? MRZ എന്നാണ്. ആ പേര് ശരിക്കും പറഞ്ഞാൽ തൊപ്പി വേറൊരു സ്ഥലത്ത് നിന്നും കട്ടെടുത്തതാണ്. പണ്ട് ഗെയിമേഴ്സിന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഈ ഈഗിളൊക്കെ അടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനിട്ട പേരായിരുന്നു MRZ എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്യാങ് പിരിച്ചു വിട്ട് കേട്ടോ. അങ്ങനെ പിരിച്ചു വിട്ട പശ്ചാത്തലത്തിൽ തൊപ്പി എന്താക്കി, ആ പേരെടുത്ത് തന്നെ ഗ്യാങ്ങിന് ആ പേരിട്ട്. അതിനെതിരെ ഈഗിള് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായോ? ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയർ ആണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങള് കേരളത്തില് വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പ് ആയിരുന്നു ഞങ്ങളുടെ. ഞാൻ ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണത് പോലെ നമ്മുടെ കുറെ പേരുണ്ട് അതിനകത്ത്, ആക്ഫ്രോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറെ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന പ്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC.
സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ആയിട്ട് ഒരു ചെറിയ കഥ പറയാം, എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ VC വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മളെ അത് ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എന്റേതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എന്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു അവര്. സോ വൺസ് ഗോകുലും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും, അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഓർഗിന്റെ പേരിൽ ഒന്നും പറഞ്ഞു, ഞാനിപ്പോ തൊപ്പിനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഇതിലൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പിനടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞു എന്റെ അടുത്തും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോ പേര് മാറ്റും, അങ്ങനെ ചിലപ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഓക്കെ, അതാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മുമ്പ് കേരളത്തിലെ ടോപ്പ് ഗെയിമിംഗ് സ്ട്രീമേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു ഗ്യാങ് ആയിരുന്നു ഈ പറയുന്ന MRZ എന്ന് പറയുന്ന ഗ്യാങ്. അവസാനം അത് പിരിച്ചുവിട്ടപ്പോൾ തൊപ്പി എന്താക്കി, ആ പേരെടുത്ത് തന്റെ ഗ്യാങ്ങിന് ചേർത്തു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. എന്തായാലും നിലവിൽ ആ പേരെടുത്ത് മാറ്റാൻ മുമ്പ് MRZ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ തൊപ്പിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം, ആ ഗ്യാങ് ഒക്കെ പിരിച്ചു വിട്ടില്ല. അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും തൊപ്പിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരും പെടാനുള്ള സാധ്യതയുണ്ട്, തൊപ്പി ഒഴികെ. ഇനി എന്താകും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.